ഭക്ഷണം കഴിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ ശത്രുക്കളൊന്നും കഴിക്കാതിരിക്കുക. അതായത് നമ്മൾക്കിനോട് ശത്രുതയുണ്ട്, നമ്മൾക്കും അവരോട് ശത്രുതയുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ആൾക്കാരുടെ മുമ്പിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാത്ത സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുക. ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നത് തന്നെ ഇങ്ങനൊരു ദിവസം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളുടെ ശത്രുക്കളുടെ മുമ്പിൽ നമ്മൾ തലയുയർത്തി നിൽക്കണ ഒരു ദിവസം ഉണ്ടാവും എന്ന് ഓർത്തിട്ട്. കാരണം അത്രമാത്രം സഫർ ചെയ്തിട്ടുണ്ടാവും. പലരെ കൊണ്ടും സന്ദർഭത്തിലും ഇൻസൾട്ടഡ് ആയി പോയിട്ടുണ്ടാവും. ഇൻസൾട്ട് ഈസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ ആൾക്കാർ പറയുന്നത് അതുകൊണ്ടാണ്. പല സന്ദർഭങ്ങളിൽ നമ്മുടെ തല കുനിഞ്ഞു പോവും. ആ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഓർക്കേണ്ട ഒരു ബൈബിൾ സെൻറ്റൻസ് ഉണ്ട്. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടെ നിന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. സങ്കീർത്തനം 23:5 ഇതുപോലത്തെ ഒരു സന്ദർഭം പഴയ നിയമത്തിൽ യൂദിത്തിൻ്റെ പുസ്തകത്തിലുണ്ട്. യൂദിത്ത് എന്ന് പറഞ്ഞൊരു വിധവയായ ഒരു സ്ത്രീയാണ്. ഈ സ്ത്രീ ശത്രുക്കളുടെ ഇടയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലേണ്ട ഒരു ഗതികെട്ട അവസ്ഥ വരികയാണ്. അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ അത്യാവശ്യം സുന്ദരിയാണ്. അപ്പോൾ ശത്രു സൈന്യത്തിലെ സൈന്യാധിപൻ ഇവളെ കൊടുക്കണം എന്ന് ഓർത്ത് ഒരു രാത്രി വിളിച്ചു വരുത്തി വീഞ്ഞൊക്കെ കഴിച്ച് ഇങ്ങനെ സെറ്റപ്പായിട്ട് ഇരിക്കുകയായിരുന്നു. രക്ഷപ്പെടാനായിട്ട് വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ നമ്മളെ ബാഹുബലിയുടെ സീനിൽ പറയണ പോലെ സ്ത്രീകളെ തൊടുന്നവൻ്റെ കൈയല്ല വെട്ടേണ്ടത്, തലയാണ് വെട്ടണമെന്ന് ബാഹുബലി പറയില്ല. അതുപോലത്തെ ഒരു സിറ്റുവേഷനിലാണ് ലാസ്റ്റ് യൂദിത്ത് വന്നു വിടുന്നത്. ആ ഒരു ഘട്ടത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് വേറൊരു വഴിയില്ലാത്ത ഘട്ടത്തിൽ ഈ സൈന്യാധിപനെ കൊന്നിട്ട് തലയെടുത്തിട്ട് പോകണം ഇവളുടെ രാജ്യത്തേക്ക്. നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഏതൊരു പാവപ്പെട്ട ഒരു വിധവയായ പെണ്ണിനായാലും ശത്രുക്കളുടെ ഏറ്റവും വലിയ സൈന്യാധിപനാണെങ്കിൽ പോലും അവനെ കൊല്ലാനായിട്ടുള്ള ഒരു അവസരം ചിലപ്പോൾ ദൈവം മറ്റുള്ളവരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരിക്കലും സ്ത്രീകളാണ്, കുട്ടികളാണ്, അല്ലെങ്കിൽ വിധവകളാണെന്ന് വിചാരിച്ചിട്ട് ദുർബലരാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരാളും യൂട്ടിലൈസ് ചെയ്യാനോ ഇൻസൾട്ട് ചെയ്യാനോ പോകരുത്. ഇൻസൾട്ട് ചെയ്യപ്പെടുന്നത് എന്തിൻ്റെ പേരിലായിരിക്കാം? ഫിസിക്കൽ ഫീച്ചേഴ്സിൻ്റെ പേരിലായിരിക്കാം, വിധവ, കുട്ടി, അങ്ങനത്തെ ദുർബലരുടെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ പുരുഷൻ തന്നെയായിരിക്കാം, ചിലപ്പോൾ റേസിസത്തിൻ്റെ കാരണം കൊണ്ടായിരിക്കാം. ഇങ്ങനെ എന്തുകൊണ്ടും ഇൻസൾട്ട് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇൻസൾട്ട് ചെയ്ത് നമുക്കൊരു ഗതിയില്ലാത്തൊരു അവസരം വരുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാം. അതിന് വേണ്ടിയിട്ടൊരു അവസരം നമുക്ക് തരും. നമ്മുടെ ശത്രുക്കളുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കാനുള്ളൊരു ദിവസം വരുന്ന ഓർത്തിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. താങ്ക് യു.